ഇപ്പൊ ഉമ്മൻചാണ്ടിനെ ക്ലിഫ് ഹൗസിൽ തടയുന്നതാണ്. ഇനി അവിടുന്ന് പറയുക അല്ല അവിടുന്ന് തടയുന്ന. അപ്പൊ എന്താ പറയുക, ഓരോന്ന് പ്രഖ്യാപിച്ചിട്ട് ഇവർക്ക് മുതലാകണില്ല, ആൾക്കാരോട്ട് കിട്ടണില്ല. ഉമ്മൻചാണ്ടിനെ ജനസമ്പർക്ക പരിപാടിയിൽ തടയുന്നതാണ്. ജനസമ്പർക്ക പരിപാടിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരുന്നത് എങ്ങനെ അറിയാം? ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് 10,000-കണക്കിന് ജനങ്ങൾ നിൽക്കുന്ന ജനസമ്പർക്ക പരിപാടി. ആ ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി നടന്നു വരികയാണ്, സെക്രട്ടേറിയറ്റിൽ നിന്ന് നടന്നു വരികയാണ്. ഇവരാ 4.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഇൻക്ലാബ് സിന്ദാബാദും ഇങ്ങനെ വിളിച്ച് ആ കാര്യങ്ങൾ നിർവഹിച്ചു എന്നല്ലാതെ ഇറങ്ങിപ്പോയി. പരിപാടി അവിടെ നിർത്തിഞ്ഞില്ല, കഴിഞ്ഞു. പതുക്കെ കാറ്റ് കഴിഞ്ഞു. ഭൂസമരമില്ല, പങ്കാളിത്ത പെൻഷനില്ല, അടുപ്പുകൂട്ടി സമരം അതും പോയി. എല്ലാവരും തൊട്ടതൊക്കെ എന്താണ് എന്റെ ഷുക്കൂറിന്റെ ദോയാണ്. ഷുക്കൂറിന്റെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് രാജാതിരാജനായ റബ്ബേ, ആ ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിണറായിയുടെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമരവും പൊട്ടി. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഉമ്മൻചാണ്ടിനെ കരിങ്കൊടി കാണിക്കണില്ല, ഞങ്ങൾ ജനസമ്പർക്കത്തിൽ തടയും. ഇപ്പൊ പറയുന്നു അതില്ല, ഞങ്ങളിങ്ങനെ കരിങ്കൊടി കാട്ടുകയാണ്. ഇപ്പൊ ക്ലിഫ് ഹൗസിൽ തടയാണ്. ചെറുതായി ഇങ്ങനെ വരികയാണ്. അത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി ഉണ്ടായി, ഒരു കാതികനെ തെരഞ്ഞുപോയി കഥാപ്രസംഗം അവതരിപ്പിക്കണം. അപ്പൊ ചോദിച്ചു ഏതാ കഥ? ഖിയാമത്ത് നാളിനെ പറ്റിയിട്ടാണ് കഥ. എത്ര ഉറുപ്പിക ഇത് അവതരിപ്പിക്കാൻ? പാടുന്നവർക്ക് 5,000 ഉറുപ്പിക, അവതരിപ്പിക്കാൻ എനിക്ക് 10. അങ്ങനെ 20,000 ഉറുപ്പിയോളം വരും. അപ്പോ ഒന്ന് കുറച്ചുകൂടെ ഇല്ല, പറ്റൂല, അതിൽ ദജ്ജാലിനെ കൊല്ലലൊക്കെ ഉണ്ട്, ഭയങ്കര ചെലവാണ്. അപ്പൊ പറഞ്ഞ ദജ്ജാലിനെ കൊല്ലണ്ട, ചെറുതാക്കി ഒന്ന് വേദനാക്കി വിട്ടാൽ പോരെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അത് പറ്റില്ല, ദജ്ജാലിനെ കൊല്ലാതെ എന്ത് ഖിയാമത്ത് നാളാണ് ഈ കാതികൻ. അപ്പൊ പറയുന്നൊരു കാര്യം ചെയ്ത, അങ്ങനെ നിങ്ങൾക്ക് കൊല്ലണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മറ്റേ മഹല്ലിൽ നിന്ന് കൊന്നാൽ മതി, ഇവിടുന്ന് കൊല്ലണ്ട. സാധുക്കൾ അങ്ങനെ പോയി എന്നല്ലാതെ നിങ്ങൾ ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ ഞാൻ ബ്രാഞ്ച് തടഞ്ഞാൽ മതി, ഈ ബ്രാഞ്ച് തടഞ്ഞാൽ മതി. നിങ്ങൾ ഈ രാജ്യത്ത് വിചാരിച്ചതെല്ലാം ചുറ്റിപ്പോയി. എന്തുകൊണ്ടാണത്? നന്മയുടെ കണിക ഒരു സമരത്തിലുമില്ല. ഇപ്പതാ സരിത വിഷയം പറഞ്ഞ് നിങ്ങൾ ബഹളമുണ്ടാക്കി കേരളത്തിന്റെ നിയമസഭയിൽ വലിയ പ്രശ്നമാക്കിയത് ഉമ്മൻചാണ്ടി പറഞ്ഞു നമ്മൾ തലക്കൊന്നൊന്ന് അന്വേഷിക്കാന്ന്. അപ്പൊ ഇവര് പറയാണ് നമ്മളെ കാലത്തുള്ളതൊന്നും അന്വേഷിക്കണ്ട, അത് നല്ല അന്വേഷണമല്ലേ, അവനാൻ ജയിക്കോളം പൊന്തളി ഏത് കളിയോട്ടോ, അങ്ങനെ ഒരു കളി. ഞാൻ ഗോളടിച്ച അപ്പൊ കളി ചെയ്യണമെന്ന് അങ്ങനെ ഒരു കളി ഉണ്ടാ? പോട്ടിക്കളിയിലുണ്ടോ? അങ്ങനെ അണ്ടിക്കളിയിലുണ്ടോ? അങ്ങനെ ഒരു കളിയില്ലല്ലോ. ഏത് കളിയും ഒരു കൂട്ടര് ജയം തോൽവി, അങ്ങനെ തന്നെ. നമ്മൾ കണ്ടോ ഈ ജനസമ്പർക്ക പരിപാടി തിരുവനന്തപുരത്ത് ഇവർ ഇരുന്നതോടുകൂടി കുറച്ച് കഥയും ബുദ്ധിയുള്ള തിരുവനന്തപുരത്തേരൊക്കെ എന്ത് ചെയ്തെന്നറിയാം? ഇവരാ പറ്റ വെറുത്തു. അടുപ്പുകൂട്ടി സമരം നടത്തിയപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വെറുത്തു. ഇപ്പൊ അടുപ്പുകൂട്ടി സമരത്തിൽ ഇളമരം കരീമൊക്കെ അടുപ്പിന്റെ അണിയിൽ ഇങ്ങനെ ഇരിക്കുക. ഉമ്മ ഓട്ടടയിടുമ്പോ ആയ കാലത്ത് ഇരിക്കാത്ത സാധു ഇപ്പൊ അടുപ്പിന്റെ അണിയിലിരുന്ന് ഈ പുക ഇങ്ങനെ കൊണ്ടപ്പോ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തേരം പറഞ്ഞു, എന്തിനാ അയാൾ ഈ പുക ഇങ്ങനെ കൊള്ളണേ, ഞങ്ങൾ എത്ര പുകയില്ലാത്ത അടുപ്പുണ്ടാക്കി വെച്ചിന്ന്, ഒരു 2 ഈ സമയത്ത് വാങ്ങിയില്ലല്ലോ, അതിനാൽ ഐറ്റങ്ങളും തെറ്റി. ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഓരോരുത്തർ തെറ്റിന്ന് മാത്രമല്ല CPI ഇത് അവസാനം പറഞ്ഞിരിക്കുന്നു തൊട്ട സമരമൊക്കെ പാളിയിട്ടാണ്. പന്ന്യൻ രവീന്ദ്രൻ പറയാ ഇപ്പൊ CPIയും CPM-ഉം കൂടി ഒരു യോജിപ്പിന് തയ്യാറല്ലാത്ത സ്ഥിതിയിലുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടി ദ്വാരക്കണ മജ്ലിസില് പന്ന്യൻ രവീന്ദ്രന്റെ പാർട്ടി ആമിയെടുക്കൂല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടായിരുന്ന മുമ്പ് വാഴതിന്റെ സ്ഥലത്ത് അത് ദ്വാ ചെയ്തു, അങ്ങനെ പരലോകത്ത് നല്ല മനുഷ്യന്മാർക്കൊക്കെ സ്വർഗം കിട്ടും. ആ സ്വർഗത്തിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും പടച്ചോ തരും. അതുകൊണ്ട് ഈ ഇരിക്കുന്ന മജ്ലിസിലെ ജനങ്ങളെ, നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ഞാൻ ദുആ ചെയ്യാണ്. അങ്ങനെ സ്വർഗം ലഭിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണോ മോഹം, പൂതി എന്താണോ അത് കിട്ടാനും പ്രത്യേകം ദുആ ചെയ്യണം, അതിന് സംഭാവന കൊടുത്തയക്കുകയാണ്. അപ്പൊ ഒരു വല്യമ്മ തന്റെ മോഹം എഴുതിയിട്ട് കടലാസ് കൊടുത്തയച്ചു. അത് വായിച്ചപ്പോ പേരക്കുട്ടി കൊണ്ടുവന്ന കടലാസിൽ എന്താ അറിയോ? ദുന്യാവിലെ വല്യുപ്പാനെ തന്നെ പരലോകത്ത് മണവാളനായി ലഭിക്കാൻ ഒരു വല്യമ്മ 100 രൂപ സംഭാവന. ഇവിടുത്തെ വല്യപ്പാനെ തന്നെ പരലോകത്ത് മണവാളനായി ലഭിക്കാൻ ഒരു വല്യമ്മ 100 രൂപ സംഭാവന. ഇത് കേട്ടപ്പോ വല്യപ്പ ടോർച്ച അവിടെ വെച്ചിട്ട് അറിഞ്ഞു ദ്വാരക്കാൻ പറ്റേന്ന്. ഞാൻ ഓളേറ്റൊന്ന് മരിച്ച് പിരിഞ്ഞിട്ടാണ് അവിടെ പോയിട്ടൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വെച്ചിട്ട് ഇരിക്കാൻ മൊയിലേറെ, ഞാൻ 200 തരാം, 100 കൊടുത്താളിയെന്ന്. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഒത്തുപോകില്ല, CPI പോലും യോജിപ്പില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയാ പുതിയാപ്പള, നരേന്ദ്രമോദിയെ അവതരിപ്പിച്ചുകൊണ്ട് മറുഭാഗം സുസജ്ജമാണ്. ആ സമയത്ത് ഇന്ത്യൻ
നാഷണൽ കോൺഗ്രസിന്റെ ഒരു സീറ്റ് കുറഞ്ഞാൽ അത് അപ്പുറത്ത് ഗുണം ചെയ്യും എന്ന് ഓർമ്മയും ബോധ്യവുമുള്ളത് കൊണ്ടാണ് എന്റെ പൊന്നു ഹൈദരലി തങ്ങളും പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയും KPA മജീദുമൊക്കെ സുബഹിക്ക് തന്നെ അണികളെ വിളിച്ചോളത്തിട്ട് പറഞ്ഞു, മക്കളെ ഒരു കുലുമാല് വരാണ്ട് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാതെ UPA സഖ്യത്തിന് എങ്ങനെയാണോ ഊർജം നൽകാൻ പറ്റുക, പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രയത്നം കൊണ്ടും വോട്ട് ചേർത്തിയിട്ടും നന്മകൾ ചെയ്തിട്ടും ആ ഭാഗം നിങ്ങൾ നന്നാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നീങ്ങുമ്പോഴും നമ്മളെ കൂടുതൽ കുറെ സാധുക്കൾ ഇപ്പോഴും വെറുതെ എന്തെങ്കിലും ഒരു തോണ്ടല്, ഒരു പിച്ചല്, അങ്ങനെയുണ്ട്. ഈ ഓണം, വിഷു, പെരുന്നാൾ അങ്ങനെയൊക്കെ വല്ല സംഭവമൊക്കെ ഉണ്ടാവുമ്പോ നല്ല മുഴുകുടിയന്മാരായ കുറെ സാധുക്കള് അവനാന്റെ മക്കളെയും പെണ്ണുങ്ങളെയും എല്ലാം പോറും, അയൽവക്കത്ത് പോകില്ല. അത് വിവരം അറിയും. അവനാന്റെ വീട്ടിലൊരു സുഖമാണ്, അത് പെറ്റുബുക്കിൽ വരവൊക്കെ ഉള്ളതാണ്, അങ്ങോട്ട് പോകില്ല. അവനാനായിട്ട് തിരക്കൂല, വെറുതെ നേരം കളിയാ. മുസ്ലിം ലീഗ് നേരം കളയുന്നില്ല. ഗുജറാത്തിലെ കുത്തുബുദ്ദീൻ അൻസാരിയുടെ കൈകൂപ്പി നിന്നുകൊണ്ടുള്ള കണ്ണില് വെള്ളം നിറഞ്ഞ ചിത്രം മാർക്സിസ്റ്റുകാരടക്കം ഈ രാജ്യത്ത് ഫ്ലക്സാക്കി വെച്ചതാണ്. ആ നരേന്ദ്രമോദിയാണ് പുതിയാപ്ല. മൂന്നാം മുന്നണി എന്ന സംവിധാനം ഇനി എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നിടത്തോളം അത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുമെന്ന് പ്രകാശ് കാരാട്ട് കോഴിക്കോട് കടപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ഇനി BJPയോ കോൺഗ്രസ് സഖ്യമോ എന്നുള്ള മാത്രം ഒരു ചിത്രം. ഈ ചിത്രത്തിൽ പൊന്നുമക്കളെ ഇതൊന്ന് അവതാളത്തിലാകണം. ചിലർ കരുതും രാഷ്ട്രീയല്ലേ, ആരാച്ച വന്നോട്ടെ, ആരെങ്കിലും ഭരിച്ചോട്ടെ. അങ്ങനൊന്നല്ല. LK അദ്വാനി വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തപ്പോ മോഡൽ കാണിച്ചു തന്നിട്ടുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്തിൽ എങ്ങനെയാണ് ഭരിച്ചത് എന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്ത് മൊറാർജി ദേശായിയുടെ കാലത്ത്, പണ്ട് ജനസംഘത്തിന്റെ കാലത്ത് എങ്ങനെയാണ് ഒരു RSSകാരനെ പട്ടാളത്തിൽ കയറ്റാം എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു പരിതാപകരമായ ദുരവസ്ഥ നാട്ടിലെത്തി നിൽക്കുമ്പോ ജാതിയും മതവും നോക്കാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പറയുന്നു, നാട് കുട്ടിച്ചോറാകരുത്, ഈ നാട് നാടായി നിൽക്കണം. ഇത് സൗദിയല്ല, ഇത് ഈജിപ്തല്ല, ഇത് ഇറാഖല്ല. ഇത്ര വ്യത്യസ്തതകളുള്ള ഒരു നാട് വേറെയില്ല. വ്യത്യസ്ത ആശയങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു മഹലിനെ കൊണ്ടു നടക്കാനുള്ള പെടാപ്പാട് മഹലിന്റെ പ്രസിഡന്റിനറിയാം. വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത ജാതികളും ഉപജാതികളുമായുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റിയെ കൊണ്ടു നടക്കാനുള്ള പെടാപ്പാട് അതിന്റെ സെക്രട്ടറിക്കറിയാം. വ്യത്യസ്ത സ്വഭാവമുള്ള മക്കളെ ഒരു കേടുപാടും കൂടാതെ വീട്ടിൽ സംരക്ഷിച്ചു പോരാനുള്ള ബുദ്ധിമുട്ട് ഒരു കുടുംബനാഥൻ അറിയാം. ഇൻഷാ അല്ലാഹ് രാജ്യത്തിന്റെ കുടുംബനാഥന്മാരാകാൻ നമ്മളൊക്കെ ശ്രമിക്കണം. നാടിനു വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.